ആ ചോദ്യത്തിനുള്ള മറുപടി ഇസ്ലാമികമായ ബോധമില്ലാത്തത് കൊണ്ടാണ്. നമ്മുടെ വീടകങ്ങൾ ഇസ്ലാമികമായ അന്തരീക്ഷത്തിൽ ആയിത്തീർക്കാൻ നമ്മൾ ശ്രമിക്കണം. അവർക്ക് ചെറുപ്പത്തിലെ ഇസ്ലാമികമായ ബോധനം കൃത്യമായ അളവിൽ നൽകണം. ഓക്കെ, അപ്പോൾ ഏതായാലും MM അക്ബർ പറഞ്ഞ പ്രകാരം നമ്മൾ ഇന്ന് നമ്മളുടെ വീടകങ്ങൾ ഭക്തിസാന്ദ്രമാക്കാൻ പോവുകയാണ് വിത്ത് അറബി മൂളിച്ച. അതിന് വേണ്ടിയിട്ട് ചില സാധനങ്ങൾ ഞാനിവിടെ എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ മതം പഠിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ നിങ്ങൾ ഇത് കേൾക്കാൻ ഇടയായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഈമാൻ വർദ്ധിക്കുമോ ഇല്ലേ? ഒരു ഭാര്യയും ഭർത്താവും കൂടി ഇങ്ങനെ പോവാ. അപ്പൊ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഓളാടന്നോട്ടെ. ഹബീബായ തങ്ങൾ കെട്ടാൻ ആഗ്രഹിച്ചു പോയാൽ ആ ഭർത്താവ് ത്വലാഖ് ചൊല്ലൽ നിർബന്ധമാണ്. മതത്തിനകത്തുള്ള ആളുകൾ തന്നെ പറയുന്ന കാര്യങ്ങൾ ഇവിടെ ഞാൻ കേൾപ്പിക്കാൻ പോവാണ്. അങ്ങനെ ഇരിക്കെയാണ് ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വെച്ച് പ്രവാചകൻ തന്റെ ഈ അടിമ സ്ത്രീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത്. കള്ളവടി വെച്ചത് ഇത്രയേ ഉള്ളൂ. അതാണ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടത് എന്നൊക്കെ ഇങ്ങനെ വലിയ സംഭവമായിട്ട്